മലിനപ്പെടുത്തണം. മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെടാത്തപ്പോൾ നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, ഭാവി എന്നിവയെ ഗുരുതരമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹരിതകർമ്മസേന എന്ന മഹത്തായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഹരിതകർമ്മസേന എന്നത് മാലിന്യം ശേഖരിക്കുന്ന ഒരു സംഘം മാത്രമല്ല, അവർ ശുചിത്വത്തിന്റെ കാവൽക്കാരാണ്, പരിസ്ഥിതിയുടെ രക്ഷാധികാരികളാണ്, നാളെയുടെ ഹരിത ഭാവി നിർമ്മിക്കുന്ന യഥാർത്ഥ ഹീറോസാണ്. വീടുകൾ തോറും മാലിന്യം ശേഖരിക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ജൈവ മാലിന്യങ്ങൾ വളമാക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഇവയൊക്കെയാണ് ഹരിത കർമ്മസേനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. മഴയിലും വെയിലിലും മടുപ്പില്ലാത്തവർ ചെയ്യുന്ന ഈ സേവനത്തിന് നമ്മുടെ ആദരവിനും നന്ദിക്കും അർഹമാണ്. എന്നാൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിജയിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും സാന്നിധ്യം അനിവാര്യമാണ്. മാലിന്യം വീടുകളിൽ തന്നെ തരംതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, പുനർവിനിയോഗം പ്രോത്സാഹിപ്പിക്കുക, ഇവയെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ അവരുടെ ഫലങ്ങൾക്ക് യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ. വിദ്യാർത്ഥികളായ നമ്മൾ ഇന്ന് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ദൂതന്മാരായി മാറണം. ഒരു ചെറിയ നല്ല ശീലം പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാണ്. എന്റെ മാലിന്യം എന്റെ ഭൂമി എന്ന ചിന്ത മനസ്സിലേക്കും പ്രവൃത്തികളിലേക്കും കൊണ്ടുവരാം. ഹരിത കർമ്മസേനയോടൊപ്പം നമ്മൾ കൈകോർത്താൽ ഈ നാട് കൂടുതൽ ശുചിത്വവും കൂടുതൽ ഹരിതവുമായ ഭാവിയിലേക്ക് നീങ്ങും. എന്റെ മലിനം എന്റെ ഭൂമി എന്റെ ഉത്തരവാദിത്തം എന്ന ചിന്ത ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുക. നന്ദി.